ഞങ്ങളെല്ലാവരും നല്ല ചോപ്പിലാണ്. കാറും ചോപ്പ്, ആകെ ചോപ്പ്. ഞങ്ങൾക്കൊരു കോള് വന്നു ഒരു ദിവസം. ആരാ വിളിക്കണേ ചോദിച്ചപ്പോ മാധവിക്കുട്ടിയാണെന്ന്. 3 മാസം 4 മാസം നിൽക്കണ്ടതാ. ഈ പൂ ഇങ്ങനെ നിൽക്കും, അങ്ങനെ നിൽക്കും. ഇവിടെ മൊത്തം കാലിയാക്കാൻ പോകാൻ ജീവനാണ്. അതെ. ചേട്ടാ ശരിക്കും കിഡ്നിയുടെ പോലെ വളർന്നിങ്ങനെ വരും. ഡാൻസിംഗ് ഡാൻസിംഗ് കേട്ടിട്ടുണ്ട്. അപ്പൊ ഡ്രസ് എവിടെ കൊടുത്തിടും? ഡ്രസ്സിന് വേറെ സ്റ്റാൻഡ് ഉണ്ട്. വെറുതെ അല്ല ചേട്ടൻ പറയണേ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞങ്ങളെല്ലാവരും നല്ല ചോപ്പിലാണ്. കാറും ചോപ്പ്, ആകെ ചോപ്പ്. അതല്ല, വേറെ ഏത് കളറ് ഒരു പോലത്തെ ഇടുന്നതിനേക്കാളും ചുമപ്പിടുമ്പോ ഒരു ജാതി പോലെയാ. അപ്പോ ഞാനത് കാരണം കൊണ്ട് ഞാൻ ചുമപ്പിട്ടു. അത് കഴിഞ്ഞ് വന്നപ്പോ ചേട്ടനും ചുമപ്പിട്ടപ്പോ ഞാൻ ഇവന് വേറെ കളർ കൊടുത്തു. അപ്പൊ ചേട്ടൻ പറഞ്ഞു ഇവനും ചുമപ്പിട്ടാ മതി. കാരണം ഇന്നാള് കമന്റില് ആരോ ഒരാൾ പറഞ്ഞു ആ ജഗുവിന് മാത്രം നിങ്ങൾ വേറെ കളർ കൊടുത്ത് ഒഴിവാക്കിയില്ലേന്ന് പറഞ്ഞു. അതെന്തിട്ടാ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഡ്രസ്സുകൾ എല്ലാതും ചെറുതായി. ഡ്രസ്സ് ചെറുതായി എന്നല്ല, ഇവൻ വലുതായി. അപ്പോ അതൊന്നും പാകില്ല. ഇപ്പൊ 2-3 സഞ്ജുവിന്റെ കല്യാണത്തിന്റെ സമയത്ത് എടുത്ത ഡ്രസ്സ് മാത്രമേ പാകുള്ളൂ. ഇപ്പൊ ചേട്ടന്റെ ബനിയനാണ് ഇട്ടേണത്, ടീഷർട്ടാണ് ഇട്ടേണ കേട്ടാ. അപ്പൊ ചേട്ടൻ ഇത് ഇടിപ്പിച്ചു ഇവനെ കൊണ്ട്. ഞങ്ങൾക്കൊരു കോള് വന്നു ഒരു ദിവസം അപ്രതീക്ഷിതമായി. ആരാ വിളിക്കണേ ചോദിച്ചപ്പോ മാധവിക്കുട്ടിയാണെന്ന്. അപ്പൊ എന്നെ ആ പേരിൽ തന്നെ ഭയങ്കര ഒരു കൗതുകം ഉണ്ടല്ലോ. അപ്പോൾ ആ മാധവിക്കുട്ടി വിളിച്ചത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാധവിക്കുട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, ഒരു ആൻറ്റി. ആള് ബാങ്കിൽ ജോലി ചെയ്ത് റിട്ടയർ ആയിട്ട് ഒരു 5-6 വർഷമായി. അപ്പോൾ റിട്ടയർ ലൈഫ് ആളെങ്ങനെയാണ് ആസ്വദിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് ആകെ ഇത്തിരി സ്ഥലത്തുള്ള എന്തോരം സ്ഥലം എന്നാ പറഞ്ഞ ചേട്ടാ, 2-3 സെന്റ് സ്ഥലമുള്ളൂ, 4 സെന്റൊക്കെ ഉള്ളൂന്നുകൊണ്ട് ആ സ്ഥലത്ത് മൊത്തം വീടാണ്. ആ വീടിന്റെ ചുറ്റും നടക്കാനായിട്ട് ഇത്തിരി വഴിയുള്ളൂ. ആ വഴിയിലാണ് നിറച്ച് വെച്ചേക്കുന്നത്. മനോഹരമാണ് ഉള്ളതില്ലേ, എണ്ണം പറഞ്ഞ ലെവലിലാണ്. അപ്പൊ നമ്മളെ വിളിച്ചത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ ഹസ്ബൻഡ് ബാങ്കിൽ തന്നെയായിരുന്നു, SBI നിന്ന് റിട്ടയർ ചെയ്തു. വണ്ടി അവരെ കാറ് കയറ്റിങ്ങനെ എന്താ പറയാ, സർക്കസ് ചെയ്യണ പോലെ നൂൽപ്പാലത്തുമേ കൂടെ ഒക്കെ പോണ പോലെയൊക്കെയാണ് ആള് കാറ് കടത്താ. അല്ലെങ്കിൽ ഒത്തിരി ഒരു നൂല് വണ്ണം ഇങ്ങനെ നീങ്ങി അപ്പൊ ഒരു ചട്ടി വീഴും. അങ്ങനെ അത് മാത്രല്ല, ഇപ്പൊ ഇത് ചട്ടിയാണെങ്കിൽ ഇത് കാറ്, ഇതിന്റെ ഇടയിൽ ഒരു ബ്ലേഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഗ്യാപ്പുള്ളൂന്ന് അർത്ഥം. ആളിപ്പോ നല്ല എക്സ്പേർട്ട് ആയിട്ടുണ്ടാവും ആ ചേട്ടൻ, വണ്ടി ഇതിൽ കൂടി എടുത്തിട്ട്. അപ്പൊ ആള് പറഞ്ഞു ഭ്രാന്തായി തുടങ്ങി ആൾക്ക് വണ്ടി എടുത്തിട്ട്. അപ്പൊ ആള് പറഞ്ഞു മര്യാദയ്ക്ക് ഒന്നുകിൽ ഇത് മുഴുവൻ ഇവിടെ നിന്ന് വിറ്റ് തീർക്കുക, എന്ത് വേണേ നീ ചെയ്തോ, അല്ലെങ്കിൽ ഞാൻ അതൊക്കെ കൊണ്ടുപോയി കളയുന്നു പറഞ്ഞു. അപ്പൊ ആള് നമ്മളെ വിളിച്ചേക്കാണ്. ഇവിടെ കുറേ ചെടികളുണ്ട്, ആർക്കെങ്കിലൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് അതൊരു വ്ളോഗാവും ചെയ്യും, അങ്ങനെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചിട്ടാണ്. അതെ, ഇതാണ് ആ വീട് കേട്ടാ, ഇതാണ് വീട്, ഇതാണ് ആ കാറ് കേട്ടാ. കാറ് എപ്പോഴും കുറെ പണിയെടുക്കുന്ന കാറ്. അപ്പൊ നമുക്ക് കേറാം, വീട്ടിലേക്ക് കേറാട്ടാ. ഗുരുകൃപ എന്നാണ് വീട് പേര്. ഗുരുവായൂരാണ് കേട്ടോ സ്ഥലം. പറഞ്ഞു ചേട്ടാ, പറഞ്ഞു ഗുരുവായൂർക്ക്. ഐശ്വര്യവതിയായ നമ്മുടെ മാധവിക്കുട്ടി ഇതാ വരികയാണ്. ഞങ്ങള് കുറച്ച് സമയം സംസാരിച്ചു കേട്ടാ. അപ്പൊ എനിക്ക് നമ്മുടെ വല്യേച്ചിയുടെ പോലെ ശരിക്കും ആളുടെ മാനറിസം, സംസാര രീതി, ആക്ഷൻസ് ഒക്കെ വല്യേച്ചി, ഞങ്ങളുടെ വല്യേട്ടൻ്റെ ഭാര്യ. വല്യേച്ചിനെ അധികം നമ്മുടെ ചാനലിലൊന്നും കണ്ടിട്ടില്ലേ. വല്യേച്ചിയുടെ പോലെ തോന്നി, ശരിക്കും വല്യേച്ചിയോട് സംസാരിക്കണ പോലെ അങ്ങനെ തോന്നി. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പൊ നമ്മുടെ ഓർക്കിഡ് ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞങ്ങൾ ആരംഭിക്കുകയാണ്. പിന്നെ മാധവിക്കുട്ടി ചേച്ചിയും കൂടിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. നമ്മളിതിൻ്റെ കാര്യമില്ല, നമുക്കിതിനെ കുറിച്ച് അറിയില്ല. ഇവിടെ നോക്കിയ ഗേറ്റ് നോക്കിട്ടാ, വെറുതെ ഞാൻ പറയാണ്. ഈ ഗേറ്റ് ഇങ്ങനെ ഒരു ഇഷ്ടികേരോടെ നടത്തിയിട്ട്, അപ്പോൾ കാർ എടുക്കുമ്പോൾ കറക്റ്റ് ഇത്രയ്ക്ക് സ്ഥലമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഗേറ്റിൻ്റെ ഈ ഡോറ് അവിടെ ചാരി വെക്കുകയല്ലേ ചെയ്യാറ്, അതിന് വരെ ഇതിന് ഇങ്ങനെ നിർത്തിയിട്ട് അത്രയ്ക്ക് സ്ഥലത്തും കൂടി കണ്ടാ ആ സ്ഥലം വരയ്ക്കും വെച്ചിരിക്കുകയാണ് ചെടി. അപ്പൊ എനിക്ക് ഈ ഗേറ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ തിരിച്ച് അവിടേക്ക് തന്നെ പോവില്ലേ. അപ്പൊ ഇവിടത്തെ ചെടികള് എന്തൊക്കെയാണ് വെറൈറ്റീസ് എന്നൊക്കെ കാണിച്ചു തരാട്ടാ. നോക്കി എല്ലാം ഭയങ്കര ഭംഗിയിൽ പൂത്ത് നിൽക്കാണ് കേട്ടാ. ഓർക്കിഡ്സ് ആണ് ഇതൊക്കെ വെറൈറ്റി. അതില് ഓർക്കിഡ്സിൽ ഇതൊക്കെ ഡെൻഡ്രോബിയംസ് എന്നാണ് പറയാ. ഇതെല്ലാം ഇങ്ങനെയുള്ളതൊക്കെ ഒക്കെ ഡെൻഡ്രോബിയംസ്. പിന്നെ ഇതിനെയാണ് ഫെലനോപ്സിസ് എന്ന് പറയുന്നത്. ഓർക്കിഡ് ഗ്രൂപ്പ് തന്നെ, അതിൽ ഫെലനോപ്സിസുകൾ. ഇതിന്റെ ഇലകളിലാണ് വലിപ്പുണ്ടോ പൂക്കള്?
പൂക്കൾക്ക് വലിപ്പം കൂടുതലാണ്. അതുപോലെ ഇലകൾ വളരെ വലുതുമാണ്. ഇതിന്റെ പൂക്കളും കുറേ കാലം നിൽക്കും. പൂമ വെള്ളം വീഴരുതെന്ന് മാത്രം, ഫെർട്ടിലൈസർ ഒന്നും വീഴരുതെന്ന് മാത്രം. ബാക്കി ഡെൻഡ്രോബിയംസും അതേപോലെ തന്നെ. പരിപാലനം എപ്പോഴും ഓർക്കിഡ്സിലെ ഡെൻഡ്രോബിയംസിനാണ് ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും നല്ലത്. ഞാനൊക്കെ അതുമല്ല തുടങ്ങി. ആദ്യം ഫെലനോപ്സിസ് എന്നൊക്കെ കേൾക്കുമ്പോൾ വേണമെന്നൊക്കെ അവർ ചോദിക്കുമല്ലോ, ഓൺലൈനിൽ വാങ്ങുമ്പോഴൊക്കെ സെല്ലസ്. അപ്പോൾ എനിക്ക് അന്നൊക്കെ ഭയമാണ്. തുടക്കക്കാർക്ക് എപ്പോഴും നല്ലത് ഡെൻഡ്രോബിയ. അതിലാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഇപ്പൊ LKG UKG മാതിരിയാണത് പോണത് ഈ ഓർക്കിഡ്സിൽ. ഇതൊക്കെ വെറൈറ്റി പൂവുകൾ ഇപ്പൊ കുറെയൊക്കെ ഇങ്ങനെ ഫ്രിൽസ് ഉള്ളത് ഇതൊക്കെയാണ്. കണ്ടോ, ഇതിന്റെയൊക്കെ പാറ്റേൺ ഒക്കെ വ്യത്യാസമാണ് ഓരോന്ന്. ഇതൊക്കെ സാധയിൽ പെടും, പിങ്ക് സ്ട്രൈപ്പ് അങ്ങനെ. അതിൽ തന്നെ ഈ സ്ട്രൈപ്പിൽ തന്നെ ഇപ്പൊ പുതിയ പേരുകളാണ്, ബൂബു ഇങ്ങനെ. പ്രത്യേക തരം പേരുകളാണ്. എന്താ വെച്ചാൽ ഇതൊക്കെ തായ്ലാൻഡ് അവിടെയൊക്കെയാണല്ലോ ഒറിജിനൊക്കെ. ഇതിന്റെയൊക്കെ എല്ലാം അങ്ങനെയല്ലേ. അപ്പൊ പേരുകളൊക്കെ കുറച്ച് കടിച്ചപ്പൊട്ടാത്ത. പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് മണം. അത് നോക്കി നോക്കൂ, ഫ്രാഗ്രന്റ് ഓർക്കിഡ്സ് ഇറങ്ങിയിട്ടുണ്ട്. അതിന് അതിന്റെ അടുത്ത് ചെന്നിട്ട് നമ്മളൊന്ന് മണത്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് അത് ആ ഓറഞ്ച് വലിയ കുറേ പൂ ഉണ്ടായിട്ടില്ലേ. അതെ, അങ്ങനെ മണമുള്ള ഫ്രാഗ്രന്റ് ഓർക്കിഡ്സ് ഇപ്പൊ ഒരുപാടുണ്ട്. നമുക്ക് അതിന്റെ ഇത് കിട്ടിയാൽ അതുപോലെ വെത്താം. പിന്നെ ഇങ്ങനത്തെ ഇനങ്ങളാണ് കുഞ്ഞൻ വെറൈറ്റീസ്, കുഞ്ഞുങ്ങളാണിത്. ഇതിന്റെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പാക്റ്റ്. അപ്പൊ ചെടിയെ കോമ്പാക്റ്റ് ആണ്, അത്ര വലുതാവൂല. അതിന് മുമ്പേ പൂ തുടങ്ങും. പൂ കുറേ കാലം ലാസ്റ്റ് ചെയ്യും. എത്ര നാൾ നിൽക്കും? നമ്മൾ ശരിക്കും നമുക്ക് നമ്മുടെ ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മളുടെ അതിനെ പരിപാലിക്കുന്ന രീതിയൊക്കെ നോക്കി വെള്ളമൊന്നും ഒട്ടും തെറിക്കാതെ നന്നായിട്ട് 3 മാസം 4 മാസം നിൽക്കേണ്ടതാണ്. അങ്ങനെ നിൽക്കും. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഓർക്കിഡ് ഫ്ലവർ കട്ട് ഫ്ലവേഴ്സ് ആയിട്ട് കൊണ്ടുപോകുമല്ലോ. അതൊക്കെ അങ്ങനെയാ. ഇപ്പൊ ഈ ഹോൾ അലങ്കരിക്കാൻ അങ്ങനെ നല്ല ഇതാ, അങ്ങനെ നിൽക്കും. പിന്നെ വന്നിട്ട് ഇതുണ്ടല്ലോ, ഇതൊക്കെയാണ് ഈ അഗ്ലോണിമ. അതറിയാം. അഗ്ലോണിമ, ഇത് സിങ്കോണിയ. അത് ഇതൊക്കെ കൊടുക്കണ്ട, റിബൺ ഫേൺ എല്ലാം കൊടുത്താൽ അവിടെ ബാക്കിൽ ഇങ്ങനെ സീഡ്ലിങ്സ് ഒക്കെ ഇപ്പൊ വലുതായി വരുന്നു. ഒരു മീഡിയം വെറൈറ്റി ആയി. അതൊക്കെ കൊടുക്കാന്നുള്ളതാണ്. പിന്നെ ഇതിനും എനിക്ക് മണം. ഞാൻ വിചാരിച്ചേ ഇവിടെ മൊത്തം കാലിയാക്കാൻ ജീവനാണ്. ഫ്രാഗ്രന്റ് അല്ലേ. ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലിപ്പൊക്കെ കണ്ട കളറിന്റെ വ്യത്യാസങ്ങളാ, പലതും പലതരം. മഞ്ഞ, പിന്നെ ഇവിടേക്ക് ഇങ്ങനെ പെയിന്റ് അടിച്ച മാതിരി. ഇതൊക്കെ പിന്നെ നഴ്സറികളിൽ നമ്മൾ പോവാന്ന് വെച്ചാൽ അങ്ങനെയും വെറൈറ്റികൾ കാണുന്ന സ്ഥലത്ത് വാങ്ങുമ്പോ ഇപ്പൊ എപ്പോഴും ഒരു 450-500 അങ്ങനെ പൂവോട് കൂടി. അതിൽ നല്ല പ്ലാസ്റ്റിക് അല്ലേ ചേട്ടാ? അത് പ്ലാസ്റ്റിക് വെച്ചതാ. അതിന്റെ ഇടയിൽ ഒരു അത് മണപ്പിക്കേണ്ട, അത് പ്ലാസ്റ്റിക് ആണ്, അലങ്കാരത്തിനായിട്ട് അങ്ങനെ വെച്ചിരിക്കാം. പിന്നെ വന്നിട്ട് ഇതൊക്കെയാണ്, ഇത് കാറ്റ്ലിയയിൽ പെടും. കാറ്റ്ലിയ എന്ന് പറഞ്ഞാൽ 3 പൂവൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ ഭയങ്കര ഭംഗിയാണ്. ഇതൊക്കെ ഓർക്കിഡ്സിന്റെ തന്നെ ഒരു വെറൈറ്റി ആണ്. പിന്നെ ഇതെല്ലാം ഫെലനോപ്സിസ് കാണിച്ചില്ല. അതിന്റെ അതൊക്കെ ഇനിയിപ്പോ പൂ ഒരു പ്രാവശ്യത്തെ ഇത് കഴിഞ്ഞിട്ടേ അടുത്ത പൂവിന് വരാൻ പോണേ ഉള്ളൂ. അങ്ങനെയാണ് അതൊക്കെ. പിന്നെ ഇതിനെ അറിയാലോ അല്ലേ, കിഡ്നി പ്ലാന്റ്, നമ്മുടെ കിഡ്നിയുടെ ഷേപ്പ്. അതാ കിഡ്നി പ്ലാന്റ്. അതിന് ചെറിയ ഇങ്ങനത്തെ പൂവുണ്ടാവും, ഇങ്ങനെ വളർന്നിങ്ങനെ വരും. നിസ്സാരം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഇത് കൊണ്ടുപോയി കുത്തി നോക്കിയോളോ വരും. ഇത് മതി. ഇത് ഞാൻ ഇതില് വേറെ പൂക്കളും ഉണ്ടാവോ? ഈ കുഞ്ഞു ചെത്തിയുടെ പൂവ് പോലെ അതിങ്ങനെ നമുക്ക് എവിടെയും പടരുണ്ട്. ഇപ്പോ കുറേ വർഷം മുമ്പിലത്തെ ഇതൊക്കെ, അതുകൊണ്ടാണോന്ന് അറിയില്ല, മുകളിൽ നിറച്ചിട്ടുണ്ട്. ഇങ്ങനെ വന്നോളൂ. ഇത് ചുമ്മാ അതിന് വലിയ പ്രത്യേകിച്ച് പരിപാലനം ഒന്നും വേണ്ട. ഇത് ഓർക്കിഡ്, ഇത് ഫെലനോപ്സിസില് വാരിഗേറ്റഡ് എന്ന് പറഞ്ഞൊരു പ്രത്യേകത ആണ്. പിന്നെ വന്നിട്ട് ഇതൊക്കെ അറിയാലോ അല്ലെ, ഇതൊക്കെ പറയണ്ടല്ലോ, സിങ്കോണിയത്തിന്റെ പല വെറൈറ്റികളാണ്. നമ്മള് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴേ അവര് പറഞ്ഞു തന്നിട്ടുള്ള അതുകൊണ്ട് ആദ്യമായിട്ട് കേൾക്കണ പോലെ തോന്നുന്നില്ല എനിക്ക് പേര്. പെഡിലാന്തസ് കുറച്ച് അത് കുറച്ച് കഴിയുമ്പോൾ നല്ല സൺറൈസ് അടിച്ചാൽ പിങ്ക് കളറാവും. പിന്നെ വന്നിട്ട് ഇത് ഓർക്കിഡ്സിൽ തന്നെ നമ്മുടെ കൊന്നപ്പൂ മതിരി കണ്ട ഡാൻസിംഗ് ഗേളാണ്. നമ്മൾ അടുത്ത് ഫോക്കസ് ചെയ്യുമ്പോൾ ഡാൻസിംഗ് ഗേൾ, അതിന്റെ തന്നെ വേറൊരു കളർ കോമ്പിനേഷൻ ആണ് തോന്നുന്നുണ്ട് ചേട്ടന്. കണ്ണടച്ചിട്ട് നോക്കേണ്ടി വരും. അതാണ് അങ്ങനെ നൃത്തം വെക്കുക എന്നാണ് പറയണത്. ഒരു സുന്ദരി നൃത്തം വെക്കാന്നൊക്കെയാണ് ഈ ഓർക്കിഡിനോട് അതീവ അതുള്ളവരെ അതിന് പറയണേ. അങ്ങനെ അത് ജെയ്ഡ് പ്ലാന്റ്. ഇത് പെപ്പറോമിയ വെറൈറ്റിയാണ്. ഇതൊക്കെ പെപ്പറോമിയ ആ ഗ്രൂപ്പിൽ പെടുന്നത്. അതൊക്കെ ഇത് വന്നിട്ട് നമ്മുടെ ചൈന ഡോള്
ഇപ്പൊ എല്ലാരും വെക്കുന്നുണ്ടല്ലോ ആ ചൈന ഓ ഓ ഓ പിന്നെ ഇതൊക്കെ എനിക്ക് കളയാൻ മനസ്സിലാണ്ട് ഇത് കേട് വന്നിട്ട് ഇപ്പൊ ഒരു കഷ്ണം മാത്രമായിട്ട് വെക്കുക അതൊക്കെ സൂക്ഷിച്ചിങ്ങനെ വെക്കും അങ്ങനെ കുറേ പഴയതുണ്ട് ഇതിന്റെ ഉള്ളില് ഇത് ഇതിനൊക്കെ തണല് വേണല്ലേ? ഇതൊന്നും വെയില് പാടില്ലല്ലോ? ഷെയ്ഡ് വേണം. ആ ഷെയ്ഡ് വേണം. ഇതൊക്കെ ഷെയ്ഡ് ആഗ്രഹിക്കുന്ന ചെടികളാണ്. പെഡ്ലാന്തസിന് കുറച്ച് അങ്ങനെയാണ്. പിന്നെ വന്നിട്ട് ഇതെല്ലാം ഓർക്കിഡ്സ് തന്നെയാട്ടോ. ഇതൊക്കെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സ്, സാധാ വെറൈറ്റികൾ. അതിങ്ങനെ ഇവിടെ വരെ ഇതിന്റെ ഇടയിൽ മാച്ച് ചെയ്ത് പോണ പോലത്തെ ഇത് വെച്ചിട്ട് ഈ ആർട്ടിഫിഷ്യൽ പൂക്കൾ ഇങ്ങനെ വെച്ച് പോയിരിക്കല്ലേ? പോയിരിക്കുക. അല്ലെങ്കിൽ ഗ്യാപ്പുകൾ ഇങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അല്ലാതെ അവിടെ ഒരു ഓപ്പൺ സ്പേസ് പോലെ വരും. അപ്പൊ ഇതിങ്ങനെ ഇടയിൽ ഫില്ല് ചെയ്ത് അപ്പൊ പിന്നെ നമ്മൾ ഇതൊക്കെ ഇതില് ഈ കരിക്കട്ടകൾ നിറച്ചിട്ട് അതിലാണ് അതും ചെയ്യാം. പിന്നെ തൊണ്ടിലാണ് കിട്ടുന്നത്. അപ്പൊ കഴിയുന്നത് അത് അതിൽ തന്നെ ഇരിക്കുമ്പോൾ ഫ്ലവർ ഉണ്ടാവുണ്ടെങ്കിൽ പിന്നെ മാറ്റാറില്ല അങ്ങനെ അധികം. പിന്നെ അത് ഫ്ലവറിങ് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഈ പോട്ട് വെച്ചിട്ട് കരിയിട്ട് ഇങ്ങനത്തെ സാധനം വാങ്ങിക്കോ? ഇത് കോൺസ് വാങ്ങിക്കാൻ കിട്ടില്ലേ? 20-25 രൂപയുടെ ഉള്ളിലൊക്കെ കിട്ടും. പിന്നെ അതിന് കാലയളവ് മൺചട്ടി പോലെ അല്ലാന്ന് മാത്രം. വെയിലടിക്കുമ്പോ നാശാവൂല്ലേ? കുറച്ച് നാൾ കഴിയുമ്പോ കേടാവും. അങ്ങനെ കുറച്ചെണ്ണൊക്കെ ഇത് എങ്ങനെ ഉണ്ടാവും മാറ്റാറായി അങ്ങനെ പോണു. അങ്ങനെ ഇവിടെ വരയ്ക്കുക. ഇതൊക്കെ പിന്നെ സാധാരണ ഇതെല്ലാം നമ്മൾ ഓഫീസസിലൊക്കെ വെക്കില്ല. ഇതൊക്കെ വീടിന്റെ ഉള്ളിൽ ഡ്രസ്സ് കൊളത്തിട്ടോടെ സാധനങ്ങൾ പിന്നെ പുറത്തേക്ക് മാറ്റിയതാ അത് നമുക്കപ്പോ യൂസ് ആയി ഇങ്ങനെ എനിക്ക്. അപ്പൊ നമ്മള് വേറെ ഡ്രസ്സ് എവിടെ കൊളത്തിടും? ഡ്രസ്സിന് വേറെ സ്റ്റാൻഡ് ഉണ്ട്. ഇതാവുമ്പോ ഈ കൈ മുട്ട കാല് മുട്ട വെറുതെ അല്ല ചേട്ടൻ പറയണേ. അങ്ങനെ അപ്പൊ അത് കാരണം ഇവിടെ ഇട്ടപ്പോ ഇവിടെ കൈ മുട്ടാണ്ട് ഇങ്ങനെ നടക്കാൻ പറയും ചെരിഞ്ഞ്. ഇപ്പൊ ഇവിടെ കണ്ട ഈ വീടിന്റെ ഈ മതിലിനും ചേർന്നിട്ട് കണ്ടോ കുറച്ച് സ്ഥലമുള്ളൂ. ആ സ്ഥലത്തൂടെ ചേട്ടൻ വരുന്ന നോക്കി ഇതിങ്ങനെ വരുന്നു ചേട്ടൻ മുട്ടാണ്ട്. അപ്പൊ അത്രയും സ്ഥലം ഇങ്ങനെ ആ സ്ഥലം മൊത്തം ഇതുപോലെ ചെടികൾ വെച്ചിരിക്കുകയാണ്. അവിടെ നട്ടിട്ടുണ്ട്. ഇത് പിന്നെ തന്നെത്താൻ വന്നു തുളസി. അത് തുളസിയും കൂടി ആയത് കാരണേ നന്നായിട്ട് ഇങ്ങനെ നല്ലോണം ഇപ്പൊ നമ്മളിത് ഇങ്ങനെ ഇതിടുമ്പോ ധാരാളം ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ കിണറിന്റെ വശല്ലേ, അതാവും തണുപ്പല്ലേ, പാകത്തിനുള്ള വെയിലും അടിക്കണ്ടല്ലോ ഇവിടെ. കൊടുക്കാൻ പാകത്തിനാക്കി വെച്ചിരിക്കണം. ഇതെല്ലാം കണ്ടില്ലേ? അതിന്റെയൊക്കെ തൈകൾ മുളപ്പിച്ചിട്ട് വെച്ചിരിക്കണതാണ്. ഇതൊക്കെ കൊടുക്കാനുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ആവശ്യമുള്ളവര് നമ്മള് ഫോൺ നമ്പർ തരാം. ഇവിടെ വന്നിട്ട് വിളിച്ചിട്ട് ചോദിച്ചിട്ട് വന്ന് വാങ്ങിക്കാം. പിന്നെ വന്നിട്ട് വേപ്പും ഇത് അങ്ങനത്തെ സംഭവങ്ങള് വെറ്റില ഇങ്ങനെ കൊടി ഇങ്ങനെ അത് കുറച്ച് ഉണ്ടാക്കിച്ചിട്ടുണ്ട്. വെറ്റില കൊടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആവശ്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. 5 കൊല്ലത്തി നട്ടിട്ട്. അതെ, അപ്പൊ ഇനി ഉണ്ടാവില്ലായിരിക്കും. വല്ല ബഡ് ചെയ്ത് വല്ല എന്തെങ്കിലും ചെയ്യണല്ലേ? ചെയ്യേണ്ടി വരും. അതിന് വേണ്ടി ഇത് ധാരാളം ഉണ്ടാവുന്നുണ്ട്. പിന്നെ അപ്പൊ ഇത് പപ്പായ വരും. ധാരാളം തൈകൾ കണ്ടോ? വേപ്പിന്റെ കരിവേപ്പിന്റെ അത് പിന്നെ മുളയ്ക്കും. കറിവേപ്പ് ധാരാളം വരുന്നുണ്ട്. ഇതിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ കണ്ട നല്ലോണം ഇതാണ് ഇതിന്റെ നല്ല ഹെൽത്തി പ്ലാന്റ്സിന്റെ ലക്ഷണമായിട്ട് പറയാ. ഇതാണ് ഇങ്ങനെ വൈറ്റ് റൂട്ട്സും പുറത്തേക്ക് വരും. പിന്നെ ചെറിയ ചെറിയ ഷൂട്ട്സ് വന്നേക്കണണ്ട. ആദ്യം ഇത് ചെറുതായിരുന്നു. പിന്നെ ഈ ഷൂട്ട്സ് വന്ന് ഇങ്ങനെ പുതിയ ഇലകൾ വരുന്നതിനനുസരിച്ച് ഇത് ഹെൽത്തി പ്ലാന്റ്സ് നന്നായി. അങ്ങനെയാണ് ഇതെല്ലാം പക്ഷെ കൊടുക്കാം. പക്ഷെ ഇതിന്റെ ഒക്കെ അവിടെ ഉണ്ട് ഓൾറെഡി. മിക്കതും അവിടെ ഉള്ളതാ എനിക്ക്. പിന്നെ വെറൈറ്റീസ് ഉണ്ട്. ഇത് വെച്ചാൽ കുറച്ച് ഈ ആന്റിലോപ്പ് അറിയാൻ പറ്റുമോ ഏത് കളറാന്നൊക്കെ അറിയാൻ പറ്റില്ല. അതാണ് അതിന്റെ ടാഗ് ഇതിന്റെ കൂടെ ഇല്ല. എന്നുവെച്ചാൽ അങ്ങനെ ആക്കി വെച്ചേക്കണോ അതില്ല. പക്ഷെ ഇത് എല്ലാത്തിന്റെ ഏകദേശം എനിക്കറിയാം ഏതൊക്കെയാ ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പൊ പ്രട്ടിഡോൾ ഉണ്ട് ഇതില്, അങ്ങനെയൊക്കെ ഉണ്ട്. പല പേരുകളാ. മാംഗോസ്റ്റീൻ കുറേ ഉണ്ട് പേരുകൾ കൂടി. ഇതൊക്കെ ഇങ്ങനെ കണ്ട വേര് വന്നിട്ട് പുതിയ ഷൂട്ടുകൾ വരിക. നമുക്ക് ഇവിടെയും കട്ട് ചെയ്തിട്ട് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. പ്രൊപ്പഗേഷൻ പക്ഷെ ഇത്തിരി ഡിഫിക്കൽട്ടാ. അത് ചിലപ്പോ പണി പാളും. അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. അത് മാത്രം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. എന്നാലും കുറച്ച് ആയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ വെക്കപ്പ് ചെയ്ത് കണ്ടോ? ഇതൊന്നും ഞാൻ പിന്നെ ഇങ്ങനെ ഇലയൊക്കെ പോയെങ്കിലും പിന്നെ വെച്ചിരിക്കുക. ഇവിടെ ആദ്യം പച്ചപ്പ് വന്നപ്പോഴേ അതിന്റെ ഒക്കെ ഏറ്റവും ചെറുത് തന്നെ ഒരു 350 റേഞ്ചായി ഇപ്പോ. അങ്ങനെ അങ്ങോട്ട് തുടങ്ങി വരും ഇപ്പത്തെ സെല് ചെയ്യുമ്പോഴേ. അപ്പൊ നമുക്കും വാങ്ങാൻ താൽക്കാലികമായിട്ട് ഇങ്ങനത്തെ ഓരോ സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ? എന്താ ചെയ്തെന്ന് വെച്ചാൽ PVC പൈപ്പ് വെറുതെ എക്സോ ബ്ലേഡ് വെച്ചിട്ടേ ഇതാക്കിട്ട് ഇത് നമ്മൾ വാങ്ങിയാൽ മതി. ഞാൻ ഹസ്ബൻഡും കൂടി ചെയ്തു. അന്ന് പിന്നെ ഒരു ലേഡി പണിക്ക് നിന്നേന്നു. അപ്പൊ ആരും ഇല്ല കേട്ടോ, ഒറ്റയാളില്ല. അന്നപ്പോ അവരും കൂടി സഹായിക്കും. എന്നിട്ട് ഞാൻ ഇതെങ്ങനെ മണ്ണ് വെച്ചിട്ട് ഇതിൽ വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചിട്ട് ഇതുകൊണ്ട് കുത്തി നിർത്തിയാൽ മതി. നമുക്ക് ഇവിടെയും നടാം. മണി പ്ലാന്റ് അത് ഇതൊക്കെ വിട്ടേക്കുക. ഇതൊക്കെ അങ്ങനെ തന്നെയാ കേട്ടോ. ഇതൊക്കെ പണ്ടത്തെ നമ്മുടെ പറമ്പുകളിലുള്ളത്. പക്ഷെ ഇപ്പൊ അതിനൊക്കെ എന്താ വില അറിയോ? കലേഡിയം. ഇതെല്ലാം കലേഡിയം വെറൈറ്റീസ് കാണുന്നത്. അതുപോലെ ഇത് ക്രോട്ടൺ ചുമ്മാ വലിച്ചു ദൂരകളാണ്. നമ്മളിത് ചട്ടിയിൽ നടുമ്പോൾ അത് വാങ്ങാൻ നഴ്സറി പോയാൽ നല്ല വിലയുണ്ട്. മിനിമം സ്റ്റാർട്ടിങ്
ഇത്ര തരും 50 രൂപ. അത് ഞാൻ ഇങ്ങനത്തെ ഒന്നും കളയില്ല. ഇതൊക്കെ അത് കണ്ടോ, അതൊക്കെ അങ്ങനെ മണി പ്ലാന്റ്, വേപ്പും. പിന്നെ ഈ ഇതല്ലേ പറയാ നമ്മള് സാത്തുക്കുടി എന്ന് പറയില്ലേ ഓണാവുമ്പോ നമ്മൾ അച്ചാർ, വടുകപ്പുളി. സാത്തുക്കുടി അല്ല, അത് തന്നെ വടുകപ്പുളി. പേരൊക്കെ മാറിപ്പോയി. അയ്യോ അത് വലിയ ഇഷ്ടം, വലിയ ഇഷ്ടമാണ്. അഗ്രികൾച്ചറിസ്റ്റ് ആണ് അവര് അവിടെ. എന്ന് വെച്ചാൽ കൂടുതലും തെങ്ങും അങ്ങനെയായിരുന്നു ഹസ്ബൻഡിന്റെ അച്ഛനൊക്കെ. അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കറി അങ്ങനെ. പക്ഷെ നമുക്ക് സ്ഥലം. ചേച്ചിക്ക് പണ്ടേ ചെറുപ്പത്തിലേ ഇത് ഇഷ്ടണ്ടായിരുന്നോ? പിന്നെ ജോലി തിരക്കൊക്കെ ഇതൊക്കെ മാറ്റി വെച്ചു. അപ്പാർട്ട്മെന്റ്സിലല്ലേ, അപ്പൊ നമുക്ക് ഒരു രക്ഷയില്ല. എല്ലാ ആൾക്ക് ജോലി, അപ്പൊ എപ്പോഴും ട്രാൻസ്ഫർ കിട്ടുമ്പോ പല സ്ഥലത്ത് മാറി ഞങ്ങളൊക്കെ ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ്സ്. അപ്പൊ അതില് ബാൽക്കണി ഉമ്മർത്തായിട്ട് പറ്റുകയാണെങ്കിൽ തുളസി തൈയാണ്, അല്ലെങ്കിൽ 2 ചെമ്പരത്തി എത്തി നമുക്ക് അത് വെള്ളം ഒഴിച്ചു കൊടുക്കാന്ന് പറയില്ല. നമ്മള് രാവിലെ 8 മണിക്കൊക്കെ പോകണമെന്നേ. ബാങ്ക് എന്ന് പറയുമ്പോ അറിയാലോ, ജോലിയുടെ രണ്ടുപേരും വർക്ക് ചെയ്യണവരാകുമ്പോ രാത്രിയാ തിരിച്ചെത്തുക. എന്നാലും നമ്മൾ ഇടപ്പള്ളിയിൽ കുറേ കാലം താമസിച്ചു. അവിടെയാണ് വീട് വെച്ചേക്കണം, ആദ്യം വെച്ചത്. ആ വീട്ടിലായിരുന്നപ്പോൾ അത് കുറച്ചുകൂടി 10 സെന്റ് താഴെയാ. അപ്പൊ അതുകൊണ്ട് അവിടെ നല്ലായിരുന്നു. ഞാൻ ഈ രാത്രി എല്ലാ ലൈറ്റുകളും ഇട്ടിട്ട് കിണർ വെള്ളം ഉണ്ട് അവിടെ, അങ്ങനെ നനയ്ക്കുകയൊക്കെ ചെയ്യും. ഇവിടെ കിണറിന്റെ ഉണ്ട്, പക്ഷെ കൂടുതലും മറ്റേത് തന്നെ അടിച്ചിട്ടേ, മോട്ടർ അടിച്ചിട്ട് മറ്റേ ഇത് കിണറിന്റെ ആണ് കൂടുതലും എടുക്കണേ നമ്മള്. മറ്റേത് ഇന്ന ടൈം ഉണ്ടല്ലോ, അപ്പോഴല്ലേ വരുള്ളൂ. പിന്നെ ഇതൊക്കെ ഇപ്പോഴത്തെ ഫാഷനല്ലേ, അപ്പൊ അത് കാരണം ഞാൻ കുറച്ച് ബൊഗൈൻവില്ല വെച്ചു. വെയിലടിക്കുന്ന സ്ഥലത്തല്ലേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെയൊക്കെ ഇപ്പൊ ഡയറക്റ്റ് വെയിലാണല്ലോ, അപ്പൊ ഇവിടെ ഉണ്ടാവോ? അവിടെ ഷെയ്ഡ് വേണ്ടല്ലോ. ഇത്രയും ആയപ്പോ മിച്ചൂറായപ്പോഴാണ് വെച്ചേക്കണേ. മറ്റേ തീരെ ചെറുതുകളില്ലേ, അത് ഇവിടെ വെക്കാൻ പാടില്ല. അതാണ്. പിന്നെ ഇതിന്റെ ഒക്കെ ഒരു ഷെയ്ഡും കിട്ടട്ടെ വെച്ചിട്ടേ, അങ്ങനത്തേന് മാത്രം. അതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. വാർഡുന്നുണ്ട് അതിന്റെ അർത്ഥം ഓർക്കിഡ്സ് മെയിനായിട്ട് അതൊക്കെയാണ് നമ്മൾ കൂടുതൽ നോക്കണ്ടേ. സൺലൈറ്റ് താങ്ങണുണ്ടോ, അങ്ങനെ ഉണ്ട്. എല്ലാ വെറൈറ്റി ഒരേപോലത്തെ സൺലൈറ്റും വെതറൊന്നും അല്ല സ്റ്റാൻഡ് ചെയ്യുക, അതാണ്. അത് മാത്രമുണ്ട്. എന്നാലും മണ്ണ് വേണ്ട. അതെ, ഈ കരി കൊക്കോ ചിപ്സ് അതാണ് വലിയൊരു കാര്യം. പക്ഷെ അതേസമയം അഗ്ലോണിമയ്ക്കൊക്കെ കുറച്ച് വേണം. അത് കൂടുതലും ഇപ്പോൾ മറ്റേ മണ്ണില്ലേ, നമ്മുടെ ചകിരിച്ചോറ് മതി. ചകിരിച്ചോറ് ഇത്തിരി മണല് ഓൺലൈൻ വാങ്ങണം ഇപ്പം മണലിന് ഇതായതുകൊണ്ട്, അല്ലെങ്കിൽ അവർ തന്നെ അയച്ചു തരുന്നുണ്ട്. ഇതൊക്കെ പിന്നെ നമ്മുടെ ബോഗൻവില്ലയുടെ അറിയാലോ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡും ആണ്. അപ്പോൾ കുറച്ച് ബോഗൻവില്ലയൊക്കെ വെച്ചിട്ടുള്ളൂ. ഇത് അഡീനിയം കണ്ട, ഇതിന് പിന്നെ നല്ല വെയിൽ വേണം, നല്ല വെള്ളം വേണ്ട അല്ലേ? ഡീനിയത്തിന് നല്ല വെയിൽ വേണം. നമ്മുടെ കൊന്തവാഴ പോലത്തെ ഇങ്ങനത്തെ ഒരു പൂവ്, അതിന്റെ പേര് എനിക്ക് അങ്ങനെ അറിയില്ല. അയ്യോ, ഇതിന്റെ പേര് ഓറഞ്ചും നിറയെ വെച്ചാൽ നല്ല ഭംഗിയാ. അങ്ങനെ എന്തോണോ അല്ലേ, യുജീനിയയുടെ ഇതെല്ലാം ഇങ്ങനെ വെറൈറ്റി. ഇതിന്റെ തന്നെ കളർ ചേഞ്ചുകളോ അതൊക്കെ. ഇത് ഡയാന്തസ് എന്ന് പറയില്ലേ, ശരിക്കും ഇത് ഹാങ് ചെയ്ത് കട്ടക്കി നിർത്തിയ നല്ല ഭംഗിയാ. അപ്പൊ ഹാങ് ആവുന്ന എല്ലായിടത്തും ഇപ്പോൾ ഓൾറെഡി ഫുള്ളാ. അത് കാരണം ഇതൊക്കെ ഡയാന്തസ് ആണ്. പിന്നെ വന്നിട്ട് ഇത് ഇത് എരപിടിയൻ എന്നാ പറയുക, പിക്ചർ പ്ലാന്റ്. അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറയ്ക്കണം മാത്രമേ ഉള്ളൂ. വെള്ളം ഉണ്ടാവണം, അതിൽ വീണോളൂ. നമ്മൾ നനയ്ക്കുമ്പോൾ തന്നെ വെള്ളം വേണം. അപ്പോൾ അതിൽ പ്രാണികൾ ട്രാപ്പ് ചെയ്യും. അതിങ്ങനെ നിർത്തണവരുണ്ട്. മറ്റേ ഇങ്ങനത്തെ ചെടിയില്ലേ, ഒരു പേരുണ്ട്, കാർണിവറസ് അങ്ങനെ എന്തോ. എന്തൊരു ജഗ്ഗുവിന്റെ പേര്? പിക്ചർ പ്ലാന്റ് എന്ന് പറയാം, എരപിടിയൻ മലയാളത്തിൽ. ഫ്ലൈ ട്രാപ്പ് ചെറിയ കീടങ്ങളാണ് അതിൽ വീഴുന്നത്. അതിലേക്ക് വീണ് കഴിഞ്ഞാൽ ഇതടയും. ഇപ്പൊ തുറന്നിട്ടിരിക്കുന്ന ഒരു കുടം ഇങ്ങനെ തുറന്നിരിക്കണ പോലെ. കല്ലൊന്നും ഇടണ്ട, അത് പൊട്ടി വീഴും. വെള്ളം ഉണ്ടാവണം. വെള്ളം എപ്പോഴും വേണം, അല്ലെ അത് വാടും. ഇതാണ് ബാസ്ക്കറ്റ് വാൻഡ എന്ന് പറയണതാ. ഓർക്കിഡ്സിൽ തന്നെയാണ് ഇതൊക്കെ പെടുന്നത്. ഇതും ഈ 2-3 മാസം നിൽക്കും പൂക്കള്. നമ്മൾ അതിനെ നല്ലോണം നിൽക്കും. 3 മാസമൊക്കെ നിന്ന ഭാഗ്യാണ്. ചിലപ്പോ ഈ പറഞ്ഞോണം വല്ല കീടങ്ങൾ ആക്രമിക്കുക അങ്ങനെയൊക്കെ വരുമല്ലോ, അല്ലെങ്കിൽ വെയില് ശക്തിയായിട്ട് അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോ. ഇതാണ് നമ്മൾ പറഞ്ഞ ആ വിവാദമായിട്ടുള്ള കാർപോർച്ച്, വിവാദ വിഷയമായ കാർപോർച്ച്. ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുള്ളത് കുറച്ചും കൂടി തള്ളിയിട്ട് നിന്നിരുന്നേ. അപ്പൊ എപ്പോഴും കാറ് ഇങ്ങോട്ട് എടുക്കുമ്പോഴോ അങ്ങോട്ട് എടുക്കുമ്പോഴോ ഏതെങ്കിലുമൊക്കെ വീഴും. അപ്പൊ പരമാവധി തള്ളി വെച്ചിട്ടുണ്ട് അല്ലേ, മാക്സിമം. വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് ഡോറും തുറക്കാനായിട്ട് ഭയങ്കര ഇറങ്ങാനും പാടാണ് അല്ലേ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഗുസ്തി നടക്കണത്. ആളിപ്പോ പുറത്തു പോയിരിക്കുകയാണ് കേട്ടാ.
പ്രത്യേക മോഡലില് ഹസ്ബൻഡിന് തന്നെ ഇറക്കാൻ പറ്റുള്ളൂ എന്ന് എല്ലാവരും പറയാറുണ്ട്. അങ്ങനെ വലിയ വണ്ടികൾ ആളൊരു അഭ്യാസിയായി മാറിയില്ലേ? മാറി. പിന്നിപ്പോ നോക്കിയേ, സിറ്റ് ഔട്ട് നോക്കിയേ. സിറ്റ് ഔട്ടിൽ സാധാരണ നമ്മളിങ്ങനെ തിണ്ണയൊക്കെ ഉണ്ടാക്കണത് നമുക്ക് ഇങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കാനാണ്. പക്ഷെ തിണ്ണേമേ ഇരിക്കാൻ ഒരു ഇഞ്ച് സ്ഥലം ബാക്കിയില്ല. കണ്ടില്ലേ? ഗ്ലോണിമാസ് വാങ്ങി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റില്ല കേട്ടോ. കൺട്രോളില്ല. അത് സരിതൻ ഇപ്പൊ ഒരെണ്ണമായിട്ട് വെച്ച് നോക്കുക, പിന്നെ തോന്നി തുടങ്ങും അതെങ്ങനെ. ഇല്ല, എനിക്ക് അതിനോടല്ല, എനിക്കിത് കാണാൻ നല്ല ഇഷ്ടമാണ്. പക്ഷെ ഇതിങ്ങനെ ഗാർഡനിങ് അങ്ങനെ ഗാർഡനിങ്ങിനോട് ഇഷ്ടമുള്ളവരാവണം. കണ്ടില്ലേ, ഈ സൈഡിലും ഇങ്ങനെയൊക്കെ എല്ലാ ഗ്ലോണിമയുടെ പല പല വെറൈറ്റീസ്. ഇതൊക്കെ ഇതിലിവിടെ അത് തന്നെയാ കൂടുതലും. ഒരു കലാത്തിയ ഉള്ളൂ, അത് കലാത്തിയ. ഇത് 1, 2 പിന്നെ അവിടെയും ഉണ്ട് കലാത്തിയാസ്, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഗ്ലോണിമയുടെ തന്നെ പല ടൈപ്പ്, പല പലതും ഇങ്ങനെ പുറത്ത് അവര് ചൈന അങ്ങനെ ആ സൈഡിൽ നിന്ന് തന്നെ ഇറങ്ങണത്. ഇതൊക്കെ തായ്ലൻഡ്. അങ്ങനെ നമ്മളുടെ കാലാവസ്ഥയ്ക്ക് അനുകൂലമായി എന്ന് മാത്രം. നമ്മുടെ പഴയ പാമ്പ് ചെടികളുടെ പോലെ തന്നെയുള്ള ഇതിന്റെ കളറ് സ്നേക്ക് പ്ലാന്റ് പോലെ തന്നെയാണ്. ക്രിസ്റ്റാൻഡസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് മാത്രം. ഇത് ജെയ്ഡ് പ്ലാന്റ്, ഇതൊക്കെ ജെയ്ഡ്. പിന്നെ മണി പ്ലാന്റിന്റെ വെറൈറ്റി, അതൊക്കെ അങ്ങനെ ഒരുമിച്ചോണ്ട് വെച്ചേക്കാം. സ്ഥലം കുറവല്ലേ, ഇങ്ങനെ പറ്റാവൂതെ ഇങ്ങനെ കുത്തി കുത്തിയാണ് വെക്കും. എന്നാലും അതുങ്ങള് നല്ല സ്നേഹമായിട്ടാണ് നിക്കണേ. അത് ഞാൻ ആദ്യം വിചാരിച്ചൊക്കെ തമ്മിൽ അകലം വെച്ചില്ലെങ്കിൽ പ്രശ്നമെന്നൊക്കെ ഇല്ല, ഒന്നുമില്ല, വളരെ സ്നേഹപൂർവ്വം നിൽക്കുന്നുണ്ട്. പിന്നെ വളങ്ങളൊക്കെ ഏകദേശം ഒരേപോലെയാണല്ലോ എല്ലാത്തിനും. എന്താ വളം ചെയ്യണത്? NPK കൊടുത്താൽ മതി. 19 അല്ലെങ്കിൽ 20 കിട്ടുന്നുണ്ട്. അത് പിന്നെ ഓർക്കിഡ്സ് ഫ്ലവറിങ്, പൊട്ടാഷ്യം, ഫോസ്ഫറസ്. പഴത്തൊലിയും അതെ, പഴത്തൊലിയിൽ നിറച്ച് ഫോസ്ഫറസാ. ജൈവവളം ഇവിടെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ചായയുടെ വെള്ളമൊക്കെ റോസിന് നമ്മൾ ഒഴിക്കില്ലേ, എന്നാ മാതിരി ഉള്ളതൊക്കെ, അല്ലാതെ വലിയ മാസ്കയിലൊന്നും ഒന്നും ഉണ്ടാക്കില്ല. പിന്നെ വന്നിട്ട് ഇത് നമ്മുടെ നീം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി, ഓർഗാനിക് നീം ഓയിൽ. ഇത്തിരി സോപ്പ് ഇത് ഇട്ടിട്ട് പതപ്പിച്ചിട്ട് നല്ലോണം ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചാൽ ഈ കീടങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ ഇതിന് അത് മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഓർക്കിഡ്സിനൊക്കെ രണ്ടും കൊടുക്കണം. ഓർഗാനിക് കൂടുതലും മറ്റേത് തന്നെ കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ ഫ്ലവറിങ് ഉണ്ടാവില്ല. അതില് ഫ്ലവറിങ് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യണം. അതിൽ എന്നിട്ട് നടുവിൽ ഒരു ദിവസം വേണമെങ്കിൽ ഇങ്ങനെ ഓർഗാനിക് ആക്കും. വല്ല ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വെളുത്തുള്ളി കുറച്ച് മതി, പേസ്റ്റ് പോലെ ആക്കിയിട്ട് നല്ലോണം വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതാ. ഫെലനോപ്സിസിനൊക്കെ നല്ലതാ. ലേശം വിനീഗർ ഒഴിക്കാം. വിനീഗർ ഒഴിക്കൽ ഈ ഫോറിൻ്റെ വീഡിയോകൾ കാണുമ്പോൾ അവരൊക്കെ ഇൻഡോറാണല്ലോ വെക്കുക. ഫോറിനിൽ ഈ ഫെലനോപ്സിസ് എല്ലാം ഇൻഡോറാ, അകത്തു തന്നെ ഇങ്ങനെ മുറികളിലൊക്കെ ഉണ്ടാവും. അവരത്തെ ക്ലൈമറ്റും അതിന് ഫെലനോപ്സിസിന് നല്ല. അങ്ങനെ ഇതാണ് പിന്നെ ബാൽക്കണി. ഇവിടെ ഇങ്ങനെ ഡെൻഡ്രോബിയംസ് ആണ് കൂടുതലും വെച്ചേക്കണേ. അതിൽ തന്നെ പല ടൈപ്പാണെന്ന് മാത്രമേ ഉള്ളൂ ഡെൻഡ്രോബിയംസ്. കൂടുതലും ഡെൻഡ്രോബിയംസ് തന്നെയാണ്. ഇതൊക്കെ വേറെ വെറൈറ്റി ആണെന്ന് മാത്രം. ഡെൻഡ്രോബിയംസിൻ്റെ സ്പെഷ്യൽ വെറൈറ്റികളും കുറച്ച് ഇടയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ വന്നിട്ട് ഇതൊക്കെ ഈ ഹാങ്ങിങ്ങിൻ്റെ നമ്മൾ ഹാങ് ചെയ്യണത് തന്നെയാണ്. പിന്നെ ഫേൺസിനോടൊരു ഭയങ്കര ഇഷ്ടം. അതാണ് ഫേൺസ് ഇങ്ങനെ ധാരാളം. ഇത് തന്നെ ഒന്നും വളം ചെയ്യണ്ടല്ലോ, ഇങ്ങനെ വളർന്നോളും. പല ടൈപ്പ് ഫേൺസാണ് ഇതൊക്കെ. അപ്പം ഈ സ്പേസ് ഒന്ന് യൂട്ടിലൈസ് ആവുകയും ചെയ്തു. കാരണം അതിലൊക്കെ ഫേൺസ് നട്ടേക്കാണ്. ഇതൊക്കെ ഡെൻഡ്രോബിയംസ് തന്നെയാണ്. ഇവിടെയുള്ള എല്ലാം ഡെൻഡ്രോബിയംസാണ്. ഇതാണ് ഡാൻസിങ് ലേഡിയുടെ തന്നെ അവിടെയൊക്കെ വെച്ചിരിക്കണമൊക്കെ. നമ്മളവിടെ താഴെ കണ്ടില്ലേ, അതാണത്. കണ്ട, അത് ഇത് തന്നെയാണ്. പക്ഷേ കുറച്ചൊരു ബലക്കുറവ് പോലെയുണ്ട്. വെയിലും കൂടുതലാണ് ഇവിടെ, ശക്തിയായി വെയിലടിക്കുന്നുണ്ട് ഇപ്പോൾ. ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട്. മഴക്കാലം ആകുമ്പോൾ കുറേ നല്ലോണം അങ്ങോട്ട് പോകും ഇവിടെ. പിന്നെ ഡെൻഡ്രോബിയംസാണ് വെയിൽ താങ്ങുക. അതാണ് ഇവിടുത്തെ ഒരു ഗുണം. ഇവിടെ ഇങ്ങനെ ഞാൻ കൂടുതലും വെച്ച് തുടങ്ങിയത്. പിന്നെ ഇതൊക്കെ ഓൺസീഡിയം വെറൈറ്റി തന്നെയാണ്. ഓൺസീഡിയം അങ്ങനെ ഒരു സ്പേസാണ്. അപ്പോൾ ഇതിങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് കുറച്ച് ഹാങ്ങിങ്ങും ഇട്ടിട്ട് അങ്ങനെ യൂട്ടിലൈസ് ചെയ്തിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ നമ്പർ തരാം. എന്നിട്ട് വിളിക്കുക, സംസാരിക്കുക, ആവശ്യമുള്ള ചെടികൾ വാങ്ങിച്ചു കൊടുക്കുക. ഒരു കൊച്ചു വീഡിയോ. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങാണ് ഇവിടുന്ന്. ആൾക്ക് മാത്രല്ല, ആളുടെ ഹസ്ബൻഡിന്. അല്ലെങ്കിൽ ഇതൊക്കെ വലിച്ച് എറിഞ്ഞു കളയുന്ന പറഞ്ഞേക്കണത്. അപ്പൊ അത് കാരണം
ആ അതെ അതന്നെ ബുദ്ധിമുട്ട്. അപ്പോൾ ശരി കേട്ടോ. ശരി ബൈ.